ഓക്കെ, സോ റിയൽമി GT2 സീരീസിൻ്റെ ഫസ്റ്റ് ലീക്സ്, ആ ഒരു ബാക്ക് ഡിസൈൻ്റെ ഫസ്റ്റ് ലീക്ക്, അതായത് ഈ ഒരു ഡിസൈൻ്റെ ലീക്ക് വന്നപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം റിയൽമിയുടെ ഒരു ഡിസൈൻ ഫാക്ടർ, ഡിസൈൻ പാറ്റേൺ ഫസ്റ്റ് ടൈം മാറാൻ പോവുകയായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷേ പിന്നീട് റിയൽമി അതിൻ്റെ ഒഫീഷ്യൽ ഫോട്ടോസ് ഇറക്കിയപ്പോൾ ഒരു നോർമൽ റിയൽമി, ഓപ്പോ, OnePlus ആ ഒരു ഫോം ഫാക്ടർ, ആ ഒരു ഡിസൈനിങ് ഫാക്ടർ ഉള്ള ഒരു ഫോണാണ്. എന്ന് വെച്ചാൽ ഫോൺ മോശമൊന്നുമല്ല കേട്ടോ, നല്ല കിഡിലൻ സ്പെസിഫിക്കേഷൻസ് ആണ് വന്നിരിക്കുന്നത് ആസ് ഫോർ ഷുവർ. പക്ഷേ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു, ഒരു പുതിയ ഡിസൈൻ കണ്ടപ്പോഴേക്കും ഒരു എക്സൈറ്റ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ഫോണിൻ്റെ എല്ലാ ഫീച്ചേഴ്സും, എല്ലാ സ്പെസിഫിക്കേഷൻസ് ഇൻക്ലൂഡിംഗ് പ്രൈസ് എല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ അറിയാം. സോ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ എണ്ണത്തിന് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. റിയൽമി GT2 സീരീസിൽ 2 ഫോൺസ് വരുന്നുണ്ട്, റിയൽമി GT2 Pro ആൻഡ് നോർമൽ വെനീല വേരിയൻ്റ് റിയൽമി GT2. തീർച്ചയായിട്ടും കുറച്ചും കൂടി എക്സൈറ്റിംഗ് ഫോൺ റിയൽമി GT2 Pro ആണ്. സോ നമുക്ക് അതിനെക്കുറിച്ച് ഫസ്റ്റ് സംസാരിക്കാം. ഫസ്റ്റ് ആണ് ഇതിൻ്റെ ഡിസൈൻ ഫാക്ടർ. ഡിസൈനിൽ ഒരു ഫസ്റ്റ് ടൈം സംഭവം വന്നിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ടൈം ആയിരിക്കും ഒരു പേപ്പറിൻ്റെ ബാക്ക് വന്നിരിക്കുന്നത് ഒരു ഫോണിൽ. ബാക്കിൽ ഗ്ലാസ്സുള്ള വേരിയൻറ്റും വരുന്നുണ്ട്, പക്ഷേ ഒരു സ്പെഷ്യൽ ഡിസൈൻ. നമ്മൾ റിയൽമി GT മാസ്റ്റർ എഡിഷൻ ഓർമ്മയുണ്ട്, അവിടെ ഒരു സൂട്ട് കേസ് ഡിസൈൻ ഉണ്ടായിരുന്നല്ലോ. സോ ആ ഒരു ലൈനിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തവണ ഒരു പേപ്പർ ബാക്ക് ഡിസൈൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പേപ്പർ ബാക്ക് വേരിയൻറ്റിൻ്റെ വെയിറ്റും കുറവാണ്, 10 ഗ്രാം കുറവാണ് നമ്മൾ ഗ്ലാസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. സോ തീർച്ചയായിട്ടും അവിടെയും വ്യത്യാസം വരുന്നുണ്ട്. റിയൽമി പറയുന്നതനുസരിച്ച് ഇതൊരു എൻവയറമെൻറ്റ് ഫ്രണ്ട്ലി മൂവാണ്. നമ്മൾ ഇന്നാണ് വിവോൻ്റെ V23 Pro, അതായത് കളർ ചേഞ്ചിങ് ബാക്കുള്ള ഫോണിൻ്റെ അൺബോക്സിങ് കണ്ടത്. ഇനി പേപ്പർ ബാക്കുള്ള ഒരു ഫോൺ വരാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഇൻട്രസ്റ്റിംഗ് ഇന്നോവേഷൻ ഒക്കെയാണ് വരുന്നത്. 6.7 ഇഞ്ചുള്ള 2K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന LTPO 2.0 സാംസങ് ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. സോ ആ ഒരു സ്പെസിഫിക്കേഷൻ്റെ ഒരു വെയിറ്റ് മനസ്സിലാവുന്നുണ്ടല്ലോ. എനിവേ 6.7 ഇഞ്ച് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വലിയൊരു ഡിസ്പ്ലേ ആണ്. 2K ഡിസ്പ്ലേ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ വർഷം ഫ്ലാഗ്ഷിപ്പ് ഫോൺസിൽ 2K ഡിസ്പ്ലേ മിക്കവാറും ഒരു സ്റ്റാൻഡേർഡായി മാറും. കാരണം ഇനി വരാൻ പോകുന്ന OnePlusൻ്റെ OnePlus 10 Pro, iQൻ്റെ iQ 9 ലെജൻഡ് ആണെങ്കിലും ഈ രണ്ടിലും 2K ഡിസ്പ്ലേസ് വരുന്നുണ്ട്. ഷവോമിയുടെ നെക്സ്റ്റ് ഫ്ലാഗ്ഷിപ്പിലും 2K ഡിസ്പ്ലേ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. സോ ഈ വർഷത്തെ ഫ്ലാഗ്ഷിപ്പ് ഫോൺസിൽ 2K ഡിസ്പ്ലേ ഒരു സ്റ്റാൻഡേർഡ് സ്പെക്ക് ആവാൻ സാധ്യതയുണ്ട്. LTPO 2.0 എന്ന് പറയുകയാണെങ്കിൽ സെക്കൻഡ് ജനറേഷൻ, സാംസങ്ങിൻ്റെ സെക്കൻഡ് ജനറേഷൻ LTPO ഡിസ്പ്ലേ ആണ്. LTPOൻ്റെ ഫുൾ ഫോം ആണ് ലോ ടെമ്പറേച്ചർ പോളി ക്രിസ്റ്റലൈൻ ഓക്സൈഡ്. ഇതിൻ്റെ മെയിൻ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് OLED ഡിസ്പ്ലേ ആണ്. ഇവിടെ നമുക്ക് വേരിയബിൾ റിഫ്രഷ് റേറ്റ് ഫീച്ചർ കൊടുക്കാൻ പറ്റും. എന്ന് പറയുകയാണെങ്കിൽ 1 Hz to 120 Hz, അതായത് 1 Hz, 30, 60, 75 അങ്ങനെയല്ല, ഏത് റിഫ്രഷ് റേറ്റിൽ വേണമെങ്കിലും ആ ഒരു ഡിസ്പ്ലേ റിഫ്രഷ് ചെയ്തോളും. ഇതിൻ്റെ മെയിൻ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബാറ്ററി ലാഭിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മുടെ കമ്പ്യൂട്ടർ മോണിറ്റർ, PC മോണിറ്റർ, ഈ PC മോണിറ്റർ എപ്പോഴും നമ്മുടെ AC പവറിലേക്ക് കണക്ട് ആയിരിക്കുകയായിരിക്കും, നമ്മുടെ UPS അല്ലെങ്കിൽ പ്ലഗിലേക്ക് കണക്റ്റഡ് ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ പവർ കൺസപ്ഷനെ കുറിച്ച് അത്രയും വറി ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അതേ സമയത്ത് ഒരു ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് ലിമിറ്റഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു ടെക്നോളജി വരുമ്പോഴേക്കും കുറച്ചും കൂടി ബെറ്റർ ബാറ്ററി എഫിഷ്യൻസി വരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ഡിസ്പ്ലേ ആണ് ഏറ്റവും കൂടുതൽ ബാറ്ററി കൺസ്യൂം ചെയ്യുന്ന ഒരു കോമ്പനൻറ്റ്. 10 bit ഡിസ്പ്ലേ ആണ് വരുന്നത്. HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കോർണിംഗ് ഗൊറില്ല ഗ്ലാസിൻ്റെ ടോപ്പ് ലെവൽ വിക്ടസിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. 1400 നിറ്റ്സിൻ്റെ ആണ് പീക്ക് ബ്രൈറ്റ്നസ്. അതിനോടൊപ്പം തന്നെ 1000 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും വരുന്നുണ്ട്. സോ ഡിസ്പ്ലേൻ്റെ പോയിന്റ് ഓഫ് വ്യൂന്ന് ഒബ്വിയസ്ലി എല്ലാം ടോപ്പ് ക്ലാസ് ആണ്. ക്വാൾകോമിൻ്റെ ഏറ്റവും പവർഫുൾ ചിപ്സെറ്റായ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 8 Gen 1 ചിപ്സെറ്റാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. ഈ ഒരു ചിപ്സെറ്റുമായി വരുന്ന ലോകത്തിലെ ഫസ്റ്റ് ഫോൺ ഇതല്ല, അത് നമ്മുടെ മോട്ടോറോള എഡ്ജ് X30 ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു നെഗറ്റീവ് ഒക്കെ കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ആ ഒരു ഹീറ്റിംഗ് ഇഷ്യൂ ഇതിലും വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതായത് കഴിഞ്ഞ വർഷം ഇറങ്ങിയ സ്നാപ്ഡ്രാഗൺ 888 ഉണ്ടല്ലോ, ആ 888 ഉള്ള ഫോൺസിൽ, ചില ഫോൺസിൽ അല്ലെങ്കിൽ മിക്ക എല്ലാ ഫോൺസിലും ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഒരുപാട് പെർഫോമൻസ് നമ്മൾ എടുക്കാൻ നോക്കുമ്പോൾ ഹീറ്റിംഗ് ആൻഡ് ത്രോട്ട്ലിംഗ് ഇഷ്യൂസ് വരുന്നുണ്ടായിരുന്നു. ആ സെയിം ഇഷ്യൂ ഇവിടെയും വന്നിട്ടുണ്ട് എന്ന് ചില യൂസേഴ്സ്, ചില ആർട്ടിക്കിൾസ് ഒക്കെ വന്നിട്ടുണ്ട്. സ്പെഷ്യലി എഫിഷ്യൻസി ആൻഡ് തെർമൽ ഇഷ്യൂസ് വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചില റിവ്യൂസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ ഈ ഹീറ്റിംഗിന്റെ ഇഷ്യൂ നികത്താൻ വേണ്ടി റിയൽമി ഈ ഒരു ഫോണിൽ കൂളിംഗ് സിസ്റ്റം ഇവിടെ കൊടുത്തിട്ടുണ്ട്. GT2 Proയിൽ 512 GB മാക്സിമം സ്റ്റോറേജ് വരുന്നുണ്ട്. റാം ടൈപ്പ് LPDDR5 ആണ് വിത്ത് UFS 3.1 സ്റ്റോറേജ്. സോ ഈ രണ്ടും ടോപ്പ് ലെവൽ ഫ്ലാഗ്ഷിപ്പ് സ്പെസിഫിക്കേഷൻസ് ആണ്. ഫോണിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിലും ഒരു 3 മെഗാപിക്സലിന്റെ ക്യാമറ വരുന്നുണ്ട്. പക്ഷേ ആ ഒരു ക്യാമറ മാക്രോ അല്ല, ഡെപ്ത് അല്ല. ഓക്കെ, ഇത് രണ്ടും അല്ല. എനിവേ അതിലേക്ക് വരാം. ഫസ്റ്റ് ക്യാമറയാണ് 50 മെഗാപിക്സലിൻ്റെ സോണിയുടെ IMX760 സെൻസറാണ്. നല്ല കേപ്പബിൾ സെൻസറാണ്, ഫ്ലാഗ്ഷിപ്പ് ലെവൽ സെൻസറാണ്. പക്ഷേ റിയൽമിയുടെ ഫോൺസിൽ, സ്പെഷ്യലി ഫ്ലാഗ്ഷിപ്പ് ഫോൺസിൽ ആ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ക്യാമറ എക്സ്പീരിയൻസ് കിട്ടാറില്ല. അതായത് റിയൽമി എന്ന ബ്രാൻഡ് കുറച്ചുകൂടി വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു ഇമേജ് പ്രോസസ്സിങ്ങിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ. പ്രീമിയം മിഡ് റേഞ്ച് സെഗ്മെൻറ്റ് വരെ ഓക്കെയാണ്. പക്ഷേ ഫ്ലാഗ്ഷിപ്പിലേക്ക് വരുമ്പോൾ ആ രീതിയിലുള്ള ഒരു ക്യാമറ പെർഫോമൻസ് ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് നോക്കാം ഈ ഒരു ഫോണിൽ എങ്ങനത്തെ ക്യാമറ പെർഫോമൻസ് ആണ് കിട്ടുന്നത്. ലെറ്റ്സ് സീ. മെയിൻ ക്യാമറ OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, F1
1.8 ആണ് അപ്പർച്ചർ. സെക്കൻഡ് ക്യാമറ ഒരു അൾട്രാ വൈഡ് ക്യാമറയാണ്, 50 മെഗാ പിക്സലിൻ്റെ സാംസങ്ങിൻ്റെ GN1 സെൻസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ക്യാമറയാണ് 3 മെഗാ പിക്സലിൻ്റെ ഒരു മൈക്രോസ്കോപ്പ് ക്യാമറ. ഫസ്റ്റ് ടൈം അല്ല വരുന്നത്, ഓപ്പോ Find X3 ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു സെയിം ക്യാമറയാണ് ഇവിടെ കൊണ്ട് ഇട്ടിരിക്കുന്നത്. മൈക്രോസ്കോപ്പ് എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് വരും. അവർ ഫസ്റ്റ് ഒരാഴ്ച 1 മാസമൊക്കെ കാണും. അതിനുശേഷം നമ്മൾ മിക്കവാറും ആ ഒരു ക്യാമറ യൂസ് ചെയ്യാൻ പോകുന്നില്ല. ടെലിഫോട്ടോ എങ്കിലും കൊടുക്കാമായിരുന്നു, അതായിരിക്കും മച്ച് ബെറ്റർ. സ്പെഷ്യലി ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ നിന്ന് ഒരു ടെലിഫോട്ടോ ലെൻസൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെ അത് വരുന്നില്ല. ഒരു മൈക്രോസ്കോപ്പ് ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്, ദാറ്റ്സ് നൈസ്. ഹെഡ്ഫോൺ ജാക്ക് കിട്ടത്തില്ല, ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. സോ ഹെഡ്ഫോൺ ജാക്ക് ഇല്ല, സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറിൻ്റെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ 2 പുതിയ ഇൻട്രസ്റ്റിംഗ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതായത് റാപ്പ് അറൗണ്ട് ആൻറ്റിനയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഫോണിന് ചുറ്റും, ഇതൊരു ഫോണാണെങ്കിൽ ഫോണിന് ചുറ്റും ആൻറ്റിനാസ് വരുന്നുണ്ട്. സോ ഒരു ലൊക്കേഷൻ മാത്രമല്ലാതെ ഫോണിന് ചുറ്റും വരുന്നുണ്ട്. വേറൊരു ഫോണിൽ ഈ സംഭവം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു കേട്ടോ. എനിക്ക് ഓർമ്മയില്ല ഏത് ഫോണാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കുക. സോ റാപ്പ് അറൗണ്ട് ആൻറ്റിനയുടെ ഒരു സിസ്റ്റം വരുന്നുണ്ട്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫോൺ എങ്ങനെ പിടിച്ചാലും നമുക്ക് നെറ്റ്വർക്ക് കിട്ടും. ഉദാഹരണത്തിന് നമ്മൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് പിടിക്കുന്നത്. സോ ഇവിടെ എല്ലാം കവേർഡ് ആയിരിക്കും, ഇവിടെ ആയിരിക്കും ഓപ്പൺ സ്പേസ്. സോ ഇവിടുത്തെ ആൻറ്റിന ആക്ടിവേറ്റ് ആവും, കൂടുതൽ പവർ ഇങ്ങോട്ടായിരിക്കും പോകുന്നത്. അതേ രീതിയിൽ ഒരു ഫോൺ കോൾ വരുമ്പോൾ നമ്മൾ എങ്ങനെയല്ലേ പിടിക്കാൻ പോകുന്നത്. സോ ഓട്ടോമാറ്റിക്കലി ഇവിടുത്തെ ആൻറ്റിനയിൽ കൂടുതൽ പവർ പോകും. എന്ന് പറഞ്ഞാൽ ഒരു സ്മാർട്ട് ആൻറ്റിന സ്വിച്ചിൻ്റെ ഫീച്ചറും വരുന്നുണ്ട്. പിന്നെ NFC-യിലും ഒരു ഇന്നോവേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. നോർമലി NFC എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കാണിക്കേണ്ടത്. അതായത് NFC വർക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയാണ് വെക്കേണ്ടത്. പക്ഷേ റിയൽമി പറയുന്നതനുസരിച്ച് 360° NFC-യുടെ ഒരു സപ്പോർട്ട് വരുന്നുണ്ട്. സോ റിയൽമി GT2 Pro എങ്ങനെ ഹോൾഡ് ചെയ്താലും NFC വർക്ക് ആവും എന്ന് റിയൽമി പറയുന്നുണ്ട്. ബാറ്ററി കപ്പാസിറ്റീൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ സർപ്രൈസ്ഡ് ആയിരുന്നു. കാരണം നോർമലി മിക്ക എല്ലാ ഫ്ലാഗ്ഷിപ്പ് ഫോൺസിലും 4500 mAh ബാറ്ററി ആയിരിക്കും. പക്ഷേ റിയൽമി ഇവിടെ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ദാറ്റ്സ് എ പ്ലസ് പോയിന്റ്. കൂടെ 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഷവോമി 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ, സൂപ്പർ ഫാസ്റ്റ് ചാർജർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ 65 കുറവല്ലേ? ഞാൻ വെറുതെ പറയാം കേട്ടോ. 65 മോർ ദാൻ ഇനഫ്. 120 കയ്യിലെടുക്കുമ്പോൾ ഒരു പേടിയായിരിക്കും. 120 ഒരു ഫോണിലേക്ക് കുത്തി കയറ്റാൻ. എനിവേ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. 65 വാട്ട് ഇസ് മോർ ദാൻ ഇനഫ്. വയർലെസ് ചാർജിങ്ങിൻ്റെ സപ്പോർട്ട് വരുന്നില്ല, പ്രോ വേരിയൻറ്റിലും വരുന്നില്ല. അതൊരു കുറവാണ്. ഒരു ട്രൂ ഫ്ലാഗ്ഷിപ്പിൻ്റെ ഒരു സിഗ്നേച്ചറാണ് വയർലെസ് ചാർജിങ്. റിയൽമി GT2 Proൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 3699 yuan ആണ്. എന്തായാലും ഇന്ത്യയിലേക്ക് വരുമ്പോൾ കുറച്ച് പ്രൈസ് കൂടുതലായിരിക്കും. അറ്റ്ലീസ്റ്റ് 50,000 താഴെ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ നല്ലൊരു ഫോണായിരിക്കും. ഇനി നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെങ്കിൽ GT2 വാങ്ങാം. ഓക്കെ, ഇതിൻ്റെ വെനില വേരിയൻ്റ് റിയൽമി GT2 വാങ്ങാം. അതിലും അത്യാവശ്യം പവറൊക്കെ വരുന്നുണ്ട്. എന്നാലും ചില പ്രീമിയം ഫീച്ചേഴ്സൊക്കെ അവർ എടുത്ത് മാറ്റിയിട്ടുണ്ട്. 2K LTPO 2.0 ഡിസ്പ്ലേ ഒന്നും ഉണ്ടാവില്ല. ഒരു നോർമൽ ഫുൾ HD+ പാനലായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റും HDR10+ സർട്ടിഫിക്കേഷൻ 10-bit ഡിസ്പ്ലേ ഒക്കെ കിട്ടും. പക്ഷേ ആ ഒരു സ്പെഷ്യൽ ഫീച്ചർ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ പ്രൊസസ്സറിലും അങ്ങനെ വലിയ കുറവൊന്നുമില്ല കേട്ടോ. Qualcomm Snapdragon 888 കിട്ടുന്നുണ്ട്. അത്യാവശ്യം പവർഫുൾ ചിപ്സെറ്റ് ആണ്. പ്രൈമറി ക്യാമറ സെൻസർ എക്സാക്ട്ലി സെയിം ആണ്. 50 മെഗാ പിക്സലിൻ്റെ Sony 766 വരുന്നുണ്ട്. പക്ഷേ ബാക്കി 2 സെൻസറിൽ വ്യത്യാസമുണ്ട്. 8-ന്റെ അൾട്രാ വൈഡും പിന്നെ 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ആണ് കൊടുത്തിരിക്കുന്നത്. GT2-ന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 2599 yuan ആണ്. എന്ന് പറയുകയാണെങ്കിൽ 30,000 രൂപ. 35,000 താഴെ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഫോണായിരിക്കും. 888 ഒക്കെ ഉണ്ട്. സോ തീർച്ചയായിട്ടും നല്ലൊരു ഫോണായിരിക്കും അണ്ടർ 35,000. റിയൽമി GT2 Pro എന്ന ഫോൺ 50,000 രൂപ, അതായത് 50,000 താഴെ വരികയാണെങ്കിൽ നിങ്ങൾ അത് മേടിക്കാൻ തയ്യാറായിരിക്കും. അതായത് നിങ്ങൾ ഒരു റിയൽമിയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ മേടിക്കാൻ റെഡിയാണോ, അതോ ആ ഒരു കാശ് കൊടുത്ത് ഐഫോൺ അല്ലെങ്കിൽ സാംസങ് ആണോ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്? താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കുക. ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.